ഹായ് മക്കളെ, വെൽക്കം ടു വിന്നേഴ്സ്. അപ്പോൾ നമ്മൾ ഒരു ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേടാ, സ്ട്രക്ചർ ഓഫ് ആറ്റം, ആറ്റത്തിന്റെ ഘടന എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് എല്ലാവരും നന്നായിട്ട് കണ്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്, എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് സാറ് പറയാം. നമ്മൾ മോളിക്യൂൾസ് എന്താണെന്ന് പഠിച്ചു, ആറ്റം എന്താണെന്ന് പഠിച്ചു, ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺസ് എന്താണെന്ന് പഠിച്ചു, ഡിസ്കവറി ഓഫ് പ്രോട്ടോൺ പഠിച്ചു, ആറ്റം മോഡൽസ്, ആറ്റം മാതൃക വരെ നമ്മൾ പഠിച്ചു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അറ്റോമിക് നമ്പർ എന്താണ്, മാസ് നമ്പർ എന്താണ്, പിന്നെ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഒരു ആറ്റത്തിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ നമുക്ക് എഴുതാം എന്നുള്ള കാര്യങ്ങൾ, പിന്നെ അതോടൊപ്പം നമ്മൾ ഐസോട്ടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ നമുക്ക് കുറച്ച് ചെയ്യാനായിട്ടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് കണ്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അറ്റോമിക് നമ്പർ എന്താണ് എന്നാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് as the total number of proton present in the nucleus of an atom. എടാ, ഒരു ആറ്റത്തിലെ നമ്മൾ നേരത്തെ പഠിച്ചല്ലേ, ആറ്റം ഉണ്ടെന്ന് പഠിച്ചു, ആറ്റത്തിനുള്ളിൽ ആരുണ്ടെന്ന് പഠിച്ചു, നമ്മൾ ന്യൂക്ലിയസ് ഉണ്ടെന്ന് പഠിച്ചു അല്ലേ. ന്യൂക്ലിയസിനുള്ളിലാണ് പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ ഇവിടെ ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസിൽ ഉള്ള പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് എന്തെന്ന് പറയുന്നത്, അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോ ഒരു ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തിനെയാണ് മക്കളെ നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഈ പറയുന്ന അറ്റോമിക് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ഇസഡ് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഈ അറ്റോമിക് നമ്പറിനെ എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? അപ്പൊ അറ്റോമിക് നമ്പറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഇസഡ് ആണ്. എന്താണ് ഈ അറ്റോമിക് നമ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ആറ്റത്തിനുള്ളിലെ ന്യൂക്ലിയസിനകത്ത് പ്രസന്റ് ആയിരിക്കുന്ന പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം, നമുക്ക് അറ്റോമിക് നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺ അല്ലേ, നമ്പർ ഓഫ് പ്രോട്ടോൺ. ഈ പറയുന്ന പ്രോട്ടോണുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും എന്ത്, ഈ പറയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അറ്റോമിക് നമ്പറിനെ ഒന്നുകിൽ എന്തെന്ന് പറയാം, നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് പറയാം, അല്ലെങ്കിൽ എന്തെന്ന് പറയാം, നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയാം. അതായത് ഇപ്പോ നമ്മളിപ്പോ ഒരു ആറ്റം എടുക്കുന്ന സമയത്ത് ഈ ആറ്റത്തിനുള്ളിൽ എത്ര പ്രോട്ടോൺ ഉണ്ടോ, ഇപ്പൊ 5 പ്രോട്ടോൺ ആണ് ഇതിനകത്തുള്ളതെങ്കിൽ എത്ര ഇലക്ട്രോൺസും ഉണ്ടായിരിക്കും, 5 ഇലക്ട്രോൺസും എന്തുണ്ടായിരിക്കും, ഈ പറയുന്ന ആറ്റത്തിന് ചുറ്റും 5 ഇലക്ട്രോൺസും ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ആറ്റത്തിന് ചുറ്റും 5 ഇലക്ട്രോൺസും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോ ഈ പറയുന്ന പ്രോട്ടോണിന്റെ എണ്ണം, ഇതിനകത്ത് ആരും കൂടെ ഉണ്ടോ, ഇത് ന്യൂക്ലിയസ് ആണ്, ഈ ന്യൂക്ലിയസിനകത്ത് ആരും കൂടെ ഉണ്ട്, ന്യൂട്രോണും കൂടെ ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോ ഈ പറയുന്ന ആറ്റത്തിനുള്ളിലെ പ്രോട്ടോണുകളുടെ, അതായത് ആറ്റത്തിനുള്ളിലെ ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഇസഡ് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേടാ ഈ കാര്യം? ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. അടുത്ത നമുക്ക് എന്താണ് മാസ് നമ്പർ എന്നാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. എടാ, മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, സം ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. ഈ പറയുന്ന പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണത്തിന്റെ സമ്മിനെയാണ്, തുകയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന മാസ് നമ്പർ എന്ന് പറയുന്നത്. മാസ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ഇതെന്താണ്, അറ്റോമിക് നമ്പർ ആണ് അല്ലെ, അറ്റോമിക് നമ്പർ ആണ്. മാസ് നമ്പറിനെ, അറ്റോമിക് നമ്പർ മാസ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ് മക്കളെ, എ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് മാസ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ മാസ് നമ്പർ ഇതെന്താണ്, മാസ് നമ്പർ. മാസ് നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും, മാസ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് എന്തായിരിക്കും, നമ്പർ ഓഫ് ന്യൂട്രോൺ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ന്യൂട്രോൺ ആയിരിക്കും നമ്മുടെ ഈ പറയുന്ന മാസ് നമ്പർ എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് അല്ലേടാ? സെറ്റ് അല്ലേ? സാറ് കാണിക്കാം. അവിടെ മാസ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ ആയിരിക്കും. പ്രോട്ടോണുകളുടെ എണ്ണത്തെയും ന്യൂട്രോണുകളുടെ എണ്ണത്തെയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടുവാടാ, മാസ് നമ്പറിനെ നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്, അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് ഇസഡ് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഈ പറയുന്ന ആറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിലെ എന്തിന്റെ എണ്ണമാണ്, പ്രോട്ടോണുകളുടെ എണ്ണമാണ്. അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ഈ പറയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണെന്നും നമുക്ക് പറയാം.
അടുത്ത് നമ്മൾ പറഞ്ഞതാണ് മാസ് നമ്പർ എന്താണെന്ന് പറഞ്ഞല്ലേ. മാസ് നമ്പർ എന്ന് പറയുന്ന മറ്റൊന്നുമല്ല, മാസ് നമ്പർ എന്ന് പറയുന്ന റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? എ എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ ഈ പറയുന്ന ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന മാസ് നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം മാസ് നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈക്വൽ ടു അറ്റോമിക് നമ്പർ പ്ലസ് ന്യൂട്രോൺസ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ അല്ലേ, ആ അറ്റോമിക് നമ്പറിനെ എന്തുമായിട്ട് കൂട്ടുമ്പോൾ, നമ്പർ ഓഫ് ന്യൂട്രോണുമായിട്ട് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ സാറ് ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാടാ. ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ ആരെടുക്കാം? ഇപ്പോ സാറ് ആരെന്ന് പറയുന്നില്ല, എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റം എടുത്തു. എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റം എടുത്തു. ഓക്കെ അല്ലേ? എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റം എടുത്തു. എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റം എടുത്തു. അപ്പോൾ ഈ പറയുന്ന എക്സ് ഇസഡ്, താഴെ എഴുതുന്ന ഇസഡ്, ഇവിടെ സാർ എന്ത് ചെയ്യാണ്? എ എന്ന് എഴുതുകയാണ്. ഓക്കെ, ഇസഡ് ഇതാടാ ഈ ഒരു ആറ്റത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നതാണ് എന്തെന്ന് പറയുന്നത്? ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് എഴുതുന്നതാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. എവനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അറ്റോമിക് നമ്പർ, എവനെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഇവിടെ എഴുതുന്നത്. അതായത് ലെഫ്റ്റ് സൈഡിൽ ഒരു ആറ്റം എഴുതുന്നു, ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യാണ്? മേളിൽ കാണിക്കുന്ന ആളാണ് എ. എന്താണ്? മാസ് നമ്പർ എന്ന് പറയുന്നത്. എന്താണ്? മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇനി നിങ്ങളടുത്ത് എപ്പോ ചോദിച്ചാലും പറയുക, മാറിപ്പോരുന്നു മക്കളെ. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ബോട്ടത്തിലായിട്ട് എഴുതുന്നതാണ് അറ്റോമിക് നമ്പറും, പിന്നെ അതുപോലെ തന്നെ മാസ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ലെഫ്റ്റ് സൈഡില് ടോപ്പിലായിട്ട് എഴുതുന്നതാണ് എന്ത്? മാസ് നമ്പർ എന്നും പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? അവിടെ ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് തരാം. ഇപ്പോ അലുമിനിയം, ഓക്കെ, അലുമിനിയത്തിന്റെ സാർ താഴെ ഇവിടെ 13 എന്ന് എഴുതുകയാണ്, 27 എന്ന് എഴുതുകയാണ്. ഇവന്റെ അറ്റോമിക് നമ്പർ എത്രയാണ് മക്കളെ? അറ്റോമിക് നമ്പർ അവിടെ നോക്കിക്കേ. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ താഴെ എഴുതുന്നതാണ് അറ്റോമിക് നമ്പർ അല്ലേ. അപ്പൊ ഇവന്റെ അറ്റോമിക് നമ്പർ ഇസഡ്, ഇസഡ് എന്നേ റെപ്രസെന്റ് ചെയ്യുന്നുള്ളൂ. ഇസഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 13. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 13 ആയിരിക്കും. അപ്പൊ ഇവന്റെ മാസ് നമ്പർ മേളില് ലെഫ്റ്റ് സൈഡ് മേളിൽ എഴുതിയിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. മാസ് നമ്പർ എത്രയായിരിക്കും ഇവിടെ മക്കളെ? 27 ആയിരിക്കും. ഓക്കെ അല്ലേ? മറ്റൊരു എക്സാമ്പിളും കൂടെ സാർ ഇവിടെ തരാടാ. ക്ലോറിൻ 1735. ഓക്കെ, അവന്റെ അറ്റോമിക് നമ്പർ എത്രയാണ് മക്കളെ? അറ്റോമിക് നമ്പർ നോക്കിയടാ, ലെഫ്റ്റ് സൈഡ് താഴെ എഴുതുന്നത് അല്ലേ. ഇതാണ് അറ്റോമിക് നമ്പർ. എന്താണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്? അടുത്ത മാസ് നമ്പർ ലെഫ്റ്റ് സൈഡ് മുകളിൽ എഴുതുന്നതാണ് എന്ത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേടാ? ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അല്ലേ? അപ്പോ എന്താണ് നമ്മൾ എന്ത് പറഞ്ഞു? എന്താണ് മാസ് നമ്പർ, എന്താണ് അറ്റോമിക് നമ്പർ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി ഏതൊരാളെ തന്നു കഴിഞ്ഞാലും നമുക്ക് മാസ് നമ്പറും ഈ പറയുന്ന അറ്റോമിക് നമ്പറും കണ്ടുപിടിക്കാനായിട്ട് പറ്റൂലേ? എല്ലാവർക്കും പറ്റൂലേ മക്കളെ? ഓക്കെ, നമുക്കപ്പോ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. എന്താണ് അറ്റോമിക് നമ്പർ, എന്താണ് മാസ് നമ്പർ? അറ്റോമിക് നമ്പർ എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയസിനുള്ളിലെ ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞത്. അപ്പോ എന്താണ് അതിനുശേഷം നമ്മൾ പറഞ്ഞ കാര്യമാണ് എന്താണ് മാസ് നമ്പർ എന്നല്ലേടാ. മാസ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ ആണല്ലേ. പറയുന്ന ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? മാസ് നമ്പർ എന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ, ജസ്റ്റ് സ്ക്രീൻ ഡ്രോപ്പ് ചെയ്തോ സാറേ. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് സാറ് സോഡിയത്തെ എടുക്കുകയാണ്. ആരെ എടുക്കുകയാണ്? സോഡിയത്തെ എടുക്കുകയാണ്. സോഡിയം അറ്റോമിക് നമ്പർ എത്രയാണ് മക്കളെ? സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്, 23. ഓക്കെ, ഇത്രയും ഓക്കെ അല്ലേ? ഇതിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? അറ്റോമിക് നമ്പർ നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? ഇസഡ് എന്ന് പറയുന്ന ലെറ്റർ ആണ്. എത്രയാണ് ഇവിടുത്തെ അറ്റോമിക് നമ്പർ? സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ് താഴെ ചെയ്യുന്നല്ലേ, 11. ഓക്കെ അല്ലേ? ഇനി നമുക്ക് മാസ് നമ്പർ എത്രയാണെന്ന് എഴുതണം. മാസ് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? എ എന്ന് പറയുന്ന ലെറ്ററിൽ ഇടാം. മാസ് നമ്പർ എത്രയാണ്? ലെഫ്റ്റ് സൈഡിൽ മേളിൽ എഴുതിയിരിക്കുന്നത് അല്ലേ, 23. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ?
ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. ഇനി നമുക്ക് ഇവിടെ സാറ് ചോദിക്കുകയാണ്, ഇവിടെ പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണ്, നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ഇവിടത്തെ പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണ്. എടാ നമുക്കറിയാമല്ലോ, നമുക്ക് എന്തറിയാം, അറ്റോമിക് നമ്പർ എന്ന് പറയുന്ന നമ്പർ ഓഫ് പ്രോട്ടോൺസിന് തുല്യമാണ്. അപ്പൊ എന്തായിരിക്കും, 11 തന്നെ ആയിരിക്കും ഇവിടത്തെ എന്തെന്ന് പറയുന്നത്, നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ. അപ്പൊ നമ്പർ ഓഫ് പ്രോട്ടോണും അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്, ഇലക്ട്രോണുകളുടെ എണ്ണവും കൂടെ ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. ഇലക്ട്രോണുകളുടെ എണ്ണവും എന്ത് തന്നെ ആയിരിക്കും മക്കളെ, 11 തന്നെ ആയിരിക്കും. കാരണം ഈ പറയുന്ന നമ്പർ ഓഫ് പ്രോട്ടോണും നമ്പർ ഓഫ് ഇലക്ട്രോണും എന്താണ്ട, ഈക്വൽ ആണ്. ഓക്കെ അല്ലേ. അപ്പൊ അറ്റോമിക് നമ്പർ എന്ന് പറയുന്ന നമ്പർ ഓഫ് പ്രോട്ടോൺ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. ഓക്കെ അല്ലേ. ഇനി ഇവിടെ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, ന്യൂട്രോൺ കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണ്. ഇവിടെ എത്ര ന്യൂട്രോൺ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുകയാണ്. ന്യൂട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫോർമുല ഉണ്ട് നമുക്ക്, എ മൈനസ് ഇസഡ്. എന്താണ്, എ മൈനസ് ഇസഡ്. ഇതങ്ങ് പഠിച്ചു വെക്കുക, എ മൈനസ് ഇസഡ്. എ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, മാസ് നമ്പർ. മാസ് നമ്പറിൽ നിന്ന് നമുക്ക് ആരെ കുറച്ചാൽ, അറ്റോമിക് നമ്പറിനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും, ന്യൂട്രോണിനെ കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാം ന്യൂട്രോണിന്റെ എണ്ണം എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ന്യൂട്രോണിന്റെ എണ്ണം എത്രയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എന്താണ് എ എന്ന് പറയുന്നത്, എ മൈനസ് ഇസഡ് ആണ് അല്ലെ സാർ. ഇവിടെ ഫോർമുല എഴുതാം, എ മൈനസ് ഇസഡ് ഈസ് ഈക്വൽ ടു, എ എന്ന് പറയുന്നത് എന്താണ്, എ എന്ന് പറയുന്ന മാസ് നമ്പർ അല്ലേ. അതായത് ഈ മുകളിൽ എഴുതിയിരിക്കുന്ന ആളെ നമ്മൾ താഴെ എഴുതിയിരിക്കുന്ന ആളിൽ നിന്ന് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ന്യൂട്രോണിന്റെ എണ്ണം കിട്ടും. അപ്പൊ 23 മൈനസ് എത്രയാണ്, 11 ആണ്. നമുക്ക് എത്ര കിട്ടും, 23 മൈനസ് 11 ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടൂടാ, എത്രയാണ്, 12 എന്ന് കിട്ടും. സെറ്റ് അല്ലേ മക്കളെ, 12 എന്ന് കിട്ടും. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ പ്രോട്ടോൺ കണ്ടുപിടിക്കാൻ പഠിച്ചു, ഇലക്ട്രോൺ കണ്ടുപിടിക്കാൻ പഠിച്ചു, ന്യൂട്രോൺ കണ്ടുപിടിക്കാനും പഠിച്ചു. ന്യൂട്രോൺ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്, എ മൈനസ് ഇസഡ് എന്ന് പറയുന്ന ഫോർമുലയാണ്. നമുക്ക് മറ്റൊരു എക്സാമ്പിളും കൂടെ നമുക്ക് ചെയ്തു നോക്കാം. കാൽഷ്യം. സാർ ആരെ എടുക്കുകയാണ്, കാൽഷ്യം എടുക്കുകയാണ്. കാൽഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 20യും മാസ് നമ്പർ 40യും ആണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് അറ്റോമിക് നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ കാൽഷ്യത്തിന്റെ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ എന്താണ്, മാസ് നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം, പ്രോട്ടോൺ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം, ഇലക്ട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കണം, ന്യൂട്രോണും കണ്ടുപിടിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഓരോന്നായിട്ട് നമുക്ക് വരാം. ആദ്യത്തെ ആരാണ്, ആദ്യത്തെ ഇസഡ് അറ്റോമിക് നമ്പർ അല്ലേടാ. അറ്റോമിക് നമ്പർ ഇവിടെ എത്രയാണ്, 20 അല്ലേടാ. ലെഫ്റ്റ് സൈഡ് താഴെ എഴുതും 20 അറ്റോമിക് നമ്പർ. കിട്ടിയില്ലേടാ, കിട്ടിയില്ലേ. ഇനി നോക്കിക്കേടാ, പ്രോട്ടോണിന്റെ എണ്ണം. ഓക്കെ, അടുത്ത പ്രോട്ടോണിന്റെ എണ്ണം ഇതും തുല്യമായിരിക്കൂലേ, അതുപോലെ തന്നെ ഇതും തുല്യമായിരിക്കൂലേടാ. അപ്പൊ ഇവിടെയൊക്കെ എന്തായിരിക്കും, 20. സെറ്റ് അല്ലേ മക്കളെ, ഇത്രയും കാര്യം സെറ്റ് അല്ലേ. ഇനി നമുക്ക് ഇവിടെ നോക്കിയാടാ, മാസ് നമ്പർ അല്ലേ, മാസ് നമ്പർ കണ്ടുപിടിക്കണം അല്ലേ. മാസ് നമ്പർ ലെഫ്റ്റ് സൈഡിൽ മേളിൽ എഴുതുന്ന ആളാണ് മാസ് നമ്പർ. ഇവിടെ എത്ര കിട്ടും, നമുക്ക് 40 കിട്ടും. ഇനി നമുക്ക് ന്യൂട്രോൺ കണ്ടുപിടിക്കണം അല്ലേ. ന്യൂട്രോൺ കണ്ടുപിടിക്കാൻ സിമ്പിൾ അല്ലേ. എന്താണ്, എ മൈനസ് ഇസഡ്. ഒരു ഫോർമുല നമ്മൾ പഠിച്ചല്ലേ, എ മൈനസ് ഇസഡ്. അപ്പൊ എത്ര കിട്ടും നമുക്ക് എത്രയെന്ന് കിട്ടൂടാ, 20 മൈനസ് 40 അല്ലടാ, 40. ഓക്കെ, 40 മൈനസ് 20 എന്ന് കിട്ടും. എത്രയായിരിക്കും, 20 തന്നെ ആയിരിക്കും അവന്റെ എന്തെന്ന് പറയുന്നത്, ന്യൂട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ. ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് ചെയ്തു നോക്കാം. ഫോസ്ഫറസ്. ആരെയാണ് സാർ എടുക്കുന്നത്, ഫോസ്ഫറസിനെയാണ് സാർ എടുക്കുന്നത്. ഫോസ്ഫറസ്. ഓക്കെ, അറ്റോമിക് നമ്പർ 15, മാസ് നമ്പർ എത്രയാണ്, 31. അപ്പോ ഇവിടെ നോക്കിയേ, ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. അറ്റോമിക് നമ്പർ ആദ്യം കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടേ, മാസ് നമ്പർ നമുക്ക് കണ്ടുപിടിക്കണം, അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കണം, മാസ് നമ്പർ കണ്ടുപിടിക്കണം, പ്രോട്ടോണിന്റെ എണ്ണം, ഇലക്ട്രോണിന്റെ എണ്ണം, അതോടൊപ്പം നമുക്ക് ന്യൂട്രോണിന്റെ എണ്ണവും നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ നോക്കാം ആദ്യം അറ്റോമിക് നമ്പർ എത്രയാണ്, ലെഫ്റ്റ് സൈഡ് താഴെ എഴുതുന്ന ആള് 15. ഇത് തന്നെ ആയിരിക്കും പ്രോട്ടോണിന്റെ എണ്ണവും, കാരണം അറ്റോമിക് നമ്പർ എന്തിന് ഈക്വൽ ആണ്, പ്രോട്ടോണിന്റെ എണ്ണത്തിന് ഈക്വൽ ആണ്. അത് തന്നെ ആയിരിക്കും ഇവിടെയും വരുന്നത്, ഇലക്ട്രോണിന്റെ എണ്ണവും ഈക്വൽ ആയിരിക്കും. ഇവിടെ 15 തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. ഇനി നമുക്ക് ഇവിടെ മാസ് നമ്പർ എത്രയാണെന്ന് നോക്കാം. മാസ് നമ്പർ എത്രയാണ്, 31 ആണ് ഇവിടുത്തെ മാസ് നമ്പർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ന്യൂട്രോണിന്റെ എണ്ണം കൂടെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ന്യൂട്രോണിന്റെ എണ്ണം കൂടെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ന്യൂട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും, ന്യൂട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് എ മൈനസ് ഇസഡ് അല്ലേ. എ എന്ന് പറയുന്നത് 31,
31 മൈനസ് എത്രയായിരിക്കും 15 ആയിരിക്കും. നമുക്ക് എത്ര കിട്ടും ആൻസർ? a മൈനസ് ഇസഡ് ചെയ്യുമ്പോൾ നമുക്ക് 16 എന്നുള്ള ആൻസർ കിട്ടും. സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് അല്ലേടാ? ഇനി ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റൂലടാ. ഇതിന് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റൂലേ? ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്താണ് നമുക്കൊന്നുകൂടെ ഒന്ന് പോവാം. എന്താണ് മാസ് നമ്പർ, എന്താണ് മാസ് നമ്പർ, എന്താണ് അറ്റോമിക് നമ്പർ, പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് പ്രോട്ടോൺ, എന്താണ് പ്രോട്ടോണുകളുടെ എണ്ണം, ന്യൂട്രോണുകളുടെ എണ്ണം, ഇലക്ട്രോണുകളുടെ എണ്ണം. ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓക്കെ അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്തായിരുന്നു? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്തായിരുന്നു? ഇസഡ് എന്ന് പറയുന്ന ലെറ്റർ ഉണ്ടായിരുന്നു റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. നമ്പർ ഓഫ് പ്രോട്ടോണുകളുടെ എണ്ണവും അതുപോലെ തന്നെ ഇലക്ട്രോണുകളുടെ എണ്ണവും എന്തായിരിക്കും മക്കളെ? തുല്യമായിരിക്കും. സെറ്റ് അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞതായിരുന്നു മാസ് നമ്പർ അല്ലേ? മാസ് നമ്പർ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ പറയുന്ന ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോണുകളുടെ എണ്ണവും അതുപോലെ തന്നെ ന്യൂട്രോണുകളുടെ എണ്ണവും കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് ആ ആറ്റത്തിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആയിരുന്നു എ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടായിരുന്നു അതിനെ നമ്മൾ എന്ത് ചെയ്തത്? റെപ്രസെന്റ് ചെയ്തത്. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? അപ്പൊ മാസ് നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈസ് ഈക്വൽ ടു അറ്റോമിക് നമ്പർ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ. ഒന്നേൽ അറ്റോമിക് നമ്പർ, പ്രോട്ടോണിന്റെ എണ്ണം എന്തിനു തുല്യം തന്നെയാണ്? അറ്റോമിക് നമ്പറിന് തുല്യം തന്നെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഫോർമുല അവിടെ വന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാടാ. ഇനി നമുക്ക് ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി സാറ് പറഞ്ഞ ഒരു ഫോർമുല ഉണ്ട് അല്ലെ? എ മൈനസ് ഇസഡ് എന്ന് പറയുന്ന ഒരു ഫോർമുല ഉണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്? മാസ് നമ്പർ ആണ്. ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? അറ്റോമിക് നമ്പർ ആണ്. മാസ് നമ്പറിൽ നിന്ന്, മാസ് നമ്പർ ലെഫ്റ്റ് സൈഡ് മേളിൽ എഴുതുന്ന ആളിൽ നിന്ന് ലെഫ്റ്റ് സൈഡ് താഴെ എഴുതുന്ന ആളെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും. സെറ്റ് അല്ലേ മക്കളെ? ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? ഇവിടെ നോക്കിക്കടാ, എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ലിഥിയം 3, അറ്റോമിക് നമ്പർ എത്രയാണ്? 3 ആണ്. അതുപോലെ തന്നെ മാസ് നമ്പർ ലെഫ്റ്റ് സൈഡ് മേളിൽ എഴുതിയിരിക്കുന്നു 7 ആണ്. അപ്പൊ നമ്പർ ഓഫ് പ്രോട്ടോൺ നമ്മൾ ചെയ്തല്ലേ? പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമായിരിക്കും. അടുത്തെന്താണ്? നമുക്ക് ന്യൂട്രോൺ കണ്ടുപിടിക്കണം അല്ലെ? 7ൽ നിന്ന് നമുക്ക് എത്ര കുറയ്ക്കണം മക്കളെ? 3 കുറയ്ക്കണം. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 4 കിട്ടും. ഓക്കെ, സെറ്റ് അല്ലേ? നിയോൺ ഇതുപോലെ തന്നെ 10ഉം അതുപോലെ തന്നെ അറ്റോമിക് നമ്പർ 10, മാസ് നമ്പർ എത്രയാണ്? 20 ആണ്. അപ്പൊ നമ്പർ ഓഫ് പ്രോട്ടോണുകളുടെ എണ്ണം എത്ര തന്നെ ആയിരിക്കും? അറ്റോമിക് നമ്പറിന് തുല്യമായിരിക്കും അല്ലെ? 10 തന്നെ ആയിരിക്കും. ഇലക്ട്രോണുകളുടെ എണ്ണം 10 തന്നെ ആയിരിക്കും. ന്യൂട്രോണുകളുടെ എണ്ണം എന്ത് തന്നെ ആയിരിക്കും? 10 തന്നെ ആയിരിക്കും. 20 മൈനസ് 10 ഈസ് ഈക്വൽ ടു എത്ര? 10 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേടാ? സെറ്റ് അല്ലേ? ഓക്കെ, അടുത്തൊരു എക്സാമ്പിളും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പിന്നെ അത് പോയിട്ട് 2-3 എക്സാമ്പിളും കൂടെ നമ്മൾ ഇവിടെ ചെയ്തായിരുന്നു. അപ്പോൾ നമുക്കിനി ഏതൊരു എലമെന്റ് തന്നിരുന്നു കഴിഞ്ഞാലും നമുക്ക് അതിന്റെ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, പ്രോട്ടോണുകളുടെ എണ്ണം, ഇലക്ട്രോണുകളുടെ എണ്ണം, അതുപോലെ തന്നെ നമുക്ക് എന്തും കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ന്യൂട്രോണുകളുടെ എണ്ണവും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇൻ ആൻ ആറ്റം. ആറ്റത്തിലെ ഇലക്ട്രോണിക വിന്യാസം. അതായത് നമ്മൾ ഈ പറയുന്ന ഒരു ആറ്റത്തിനകത്ത് ഇലക്ട്രോണിനെ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോൺ എവിടെ ഇരിക്കുന്നു എന്നുള്ളൊരു ചോദ്യം വരികയാണ്. ആറ്റത്തിനുള്ളിൽ എവിടെ ഇലക്ട്രോൺ ഇരിക്കുന്നു? എവിടെയാണ് ഇലക്ട്രോൺ ഇരിക്കുന്നത്? ഓർബിറ്റിലാണ് ഇലക്ട്രോൺ ഇരിക്കുന്നത് അല്ലേ? ന്യൂക്ലിയസിന് പുറത്തുള്ള ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റിലാണ് എന്തിരിക്കുന്നത്? ഇലക്ട്രോൺ ഇരിക്കുന്നത്. ആ ഇലക്ട്രോണിനെ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു? അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ഈസ് ഡൺ അക്കോർഡൻസ് വിത്ത് ദ സെർട്ടൈൻ ലോസ്. ഒരു 2-3 ലോസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പറയുന്ന ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ എനി ഓർബിറ്റ് ഈസ് 2n². ഒന്ന് നോട്ട് ചെയ്ത മക്കളെ, 2n². എന്താണ് 2n²? അതായത് നമ്മൾ പറയുന്നു അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു, സാർ ഇവിടെ പറയാന്ന് പറഞ്ഞു, ഒരു ആറ്റത്തിന് ചുറ്റും എന്തുണ്ട്? ആറ്റത്തിന് ചുറ്റും ഓർബിറ്റൽസ് ഉണ്ട് അല്ലെ? ഓർബിറ്റൽസ് ഉണ്ട്. ഫസ്റ്റത്തെ ഓർബിറ്റലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കെ എന്ന് വിളിക്കും. രണ്ടാമത്തെ ഷെല്ലിനെ നമ്മൾ എൽ എന്ന് വിളിക്കും. മൂന്നാമത്തെ ഷെല്ലിനെ നമ്മൾ എം എന്ന് വിളിക്കും. അടുത്ത ഷെല്ലിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? എൻ എന്ന് വിളിക്കും. ഫസ്റ്റ് ഷെല്ലിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ഫസ്റ്റ് ഷെല്ലിനെ കെ എന്ന് വിളിച്ചു. സെക്കൻഡ് ഷെല്ലിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? എൽ എന്ന് വിളിച്ചു. തേർഡ് ഷെല്ലിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? എം എന്ന് വിളിച്ചു. ഫോർത്ത് ഷെല്ലിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? എൻ എന്നും വിളിച്ചു. എടാ, നമുക്ക് തോന്നിയതുപോലെ
തോന്നിയതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഇതിനകത്ത് ഇലക്ട്രോൺ ഫില്ല് ചെയ്യാനായിട്ട് പറ്റൂല. നമ്മള് കെ എന്ന് പറയുന്ന ഷെല്ലിന് മാക്സിമം എത്ര പേരെ അക്കോമഡേറ്റ് ചെയ്യാം എന്നൊരു കണക്കുണ്ട്. അതുപോലെ തന്നെ എൽ എന്ന് പറയുന്ന ഷെല്ലിന് എത്ര ഇലക്ട്രോൺസിനെ അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാം. അത് കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. എന്താണ്? 2n² എന്ന് പറയുന്ന ഫോർമുല നമ്മൾ പറഞ്ഞല്ലേ. 2n² വെച്ചിട്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഒരു ഷെല്ലിനകത്ത് അല്ലെങ്കിൽ ഒരു ഓർബിറ്റിനകത്ത് മാക്സിമം എത്ര ഷെല്ല് കൊള്ളും എന്ന കാര്യം കണ്ടുപിടിക്കുന്നത്. n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഓർബിറ്റിന്റെ നമ്പറാണ് n എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ഷെല്ല് എന്ന് പറയുന്നത് ഏത് ഷെല്ലാണ്? കെ ഷെല്ലാണ് അല്ലെ. ഫസ്റ്റത്തെ ഷെല്ല് കെ ഷെല്ലാണ്. അതിൽ കൊള്ളുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഫോർമുല എന്താണ്? 2n² ആണ് അല്ലെ. അപ്പൊ ഫസ്റ്റത്തെ ഷെല്ല് ആയതുകൊണ്ട് എന്നിന്റെ വാല്യൂ എത്രയാണ് മക്കളെ? 1 കൊടുക്കണം അല്ലെ. അപ്പൊ 2 × 1² നമുക്ക് എത്ര എന്ന് കിട്ടും? 2 എന്ന് കിട്ടും. അപ്പൊ ഈ പറയുന്ന കെ എന്ന ഷെല്ലിൽ നമുക്ക് എത്ര ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ? എത്ര ഇലക്ട്രോൺസിനെ കൊടുക്കാൻ പറ്റുള്ളൂ? 2 ഇലക്ട്രോൺസിനെ മാത്രമേ കെ എന്ന് പറയുന്ന ഷെല്ലിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? പഠിച്ചില്ലേ? അടുത്ത് നമുക്ക് നോക്കടാ. അടുത്ത് സെക്കൻഡ് ഷെല്ല് അല്ലേ. സെക്കൻഡ് ഷെല്ല് എന്ന് പറയുന്നത് ഏതാണ്? സെക്കൻഡ് ഷെല്ല് എന്ന് പറയുന്നത് എൽ എന്ന് പറയുന്ന ഷെല്ലാണ്. നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഫോർമുല എന്താണ്? 2 × n² അല്ലേ. അപ്പൊ 2 × 2² നമുക്ക് എത്ര കിട്ടും? 2 × 4 എന്ന് കിട്ടും. നമുക്ക് എത്ര കിട്ടും ആൻസർ? 4 × 2 = 8 എന്ന് കിട്ടും. അപ്പൊ ഈ പറയുന്ന എൽ എന്ന ഷെല്ലിൽ നമുക്ക് മാക്സിമം എത്ര ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാടാ? 8 ഇലക്ട്രോൺസിനെ ആയിരിക്കും മാക്സിമം ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ. അടുത്ത തേർഡ് ഷെല്ല് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. തേർഡ് ഷെല്ല് എന്ന് പറയുന്ന ഏത് ഷെല്ലാണ്? എം എന്ന് പറയുന്ന ഷെല്ലാണ്. 2 × 3² = 3ന്റെ സ്ക്വയർ 9. 9 × 2 എത്രയാണ്? 9 × 2 18 ഇലക്ട്രോൺസിനെ ആയിരിക്കും ഈ പറയുന്ന എം എന്ന ഷെല്ലിന് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ അല്ലേ? അതുപോലെ എൻ ഷെല്ല് നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ 2 × എത്ര കിട്ടും? 4². 4ന്റെ സ്ക്വയർ 16. 16 × 2 32 ഇലക്ട്രോൺസ് ആയിരിക്കും എവിടെ ഫില്ല് ചെയ്യാനായിട്ട് പറ്റുന്നത്? എൻ എന്ന് പറയുന്ന ഷെല്ലില് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ ഇലക്ട്രോൺസ് എൻ്റർ ആവുന്നത്. ഒരു കാര്യം കൂടെ സാർ ഇവിടെ പറയാം. ഇലക്ട്രോൺസ് ഇവിടെ എൻ്റർ ആകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമോടാ? എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിലായിരിക്കും ഈ പറയുന്ന ഷെല്ലുകളിൽ, ഈ പറയുന്ന ഓർബിറ്റുകളിൽ ഇലക്ട്രോൺസ് ഫില്ല് ആവുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും എനർജി കൊടുത്തത് നമ്മൾ പറഞ്ഞല്ലേ, ആദ്യം നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞു, ന്യൂക്ലിയസിന് തൊട്ടടുത്തുള്ള എനർജി എന്തായിരിക്കും? കുറവായിരിക്കും. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? എനർജി കൂടിക്കൂടി വരും. അപ്പൊ ഏറ്റവും എനർജി കുറഞ്ഞ ഷെല്ല് ഇവിടെ ഏതായിരിക്കും? ഏറ്റവും എനർജി കുറവ് ആർക്കായിരിക്കും? കെ എന്ന് പറയുന്ന ഷെല്ലിനായിരിക്കും ഏറ്റവും എനർജി കുറവ്. അത് കഴിഞ്ഞിട്ട് ആരിലായിരിക്കും ഇവിടെ മക്കളെ? എൽ എന്ന് പറയുന്ന ഷെല്ല്. അത് കഴിഞ്ഞിട്ട് ആരായിരിക്കും? എം എന്ന് പറയുന്ന ഷെല്ല്. അത് കഴിഞ്ഞിട്ടായിരിക്കും ഏത്? എൻ എന്ന് പറയുന്ന ഷെല്ലിൽ ഇലക്ട്രോൺസ് ഫില്ലാവുന്നത്. ഇത്രയും കാര്യങ്ങൾ ഫില്ലില്ല. അപ്പൊ ആദ്യം ഇലക്ട്രോൺ ഫില്ലാവുന്ന ഏത് ഷെല്ലായിരിക്കും? കെ എന്ന് പറയുന്ന ഷെല്ലായിരിക്കും. രണ്ടാമത് ഇലക്ട്രോൺ ഫില്ലാവുന്ന എൽ എന്ന് പറയുന്ന ഷെല്ലായിരിക്കും. മൂന്നാമത് എം എന്ന് പറയുന്ന ഷെല്ലിലും നാലാമത് എൻ എന്ന് പറയുന്ന ഷെല്ലിലുമായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നത്? ഫില്ലാവുന്നത്. ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേടാ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൻ ആറ്റം. ദ അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺ ഇൻ അക്കോർഡൻസ് വിത്ത് സർട്ടൈൻ ലോസ്. ചില നിയമങ്ങൾക്ക് അടിസ്ഥാനമായിട്ടാണ് ഈ പറയുന്ന ഇലക്ട്രോൺസ് ഫില്ലാവുന്നത്. അതിൽ ഒന്നാമത്തെ നിയമം പറഞ്ഞതായിരുന്നു മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എങ്ങനെയായിരിക്കും? മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ആയിരുന്നു എന്തെന്ന് പറയുന്നത്? 2n². അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. എന്ത്? നമ്മൾ ഓരോ ഷെല്ലിലും ഓരോ ഓർബിറ്റലിലും എത്ര ഇലക്ട്രോൺസ് കൊള്ളും എന്ന് കണ്ടുപിടിച്ച് വെച്ചു. അപ്പോൾ കെ എന്ന് പറയുന്ന ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണ് മാക്സിമം കൊള്ളുന്നത്? 2 × 1² = 2. 2 ഇലക്ട്രോൺസ് ആയിരിക്കും മാക്സിമം കൊള്ളുന്നത്. എൽ എന്ന് പറയുന്ന ഷെല്ലിൽ, എൽ എന്ന് പറയുന്ന സെക്കൻഡ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് കൊള്ളൂടാ? 2 × 2ന്റെ സ്ക്വയർ എത്ര ഇലക്ട്രോൺസ്? 8 ഇലക്ട്രോൺസ് ആയിരിക്കും കൊള്ളുന്നത്. അടുത്ത് നോക്കിക്കടാ. അടുത്ത് എം എന്ന് പറയുന്ന ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല് അല്ലേ, എത്ര ഇലക്ട്രോൺസ് മാക്സിമം കൊള്ളും? 18 ഇലക്ട്രോൺസ് ആയിരിക്കും അവിടെ മാക്സിമം കൊള്ളുന്നത്. നാലാമത്തെ ഷെല്ല് എത്ര ഇലക്ട്രോൺസ് കൊള്ളും? നാലാമത്തെ ഷെല്ല് എത്ര ഇലക്ട്രോൺസ് ആയിരിക്കും കൊള്ളുന്നത്? നാലാമത്തെ ഷെല്ല് 32 ഇലക്ട്രോൺസ് ആയിരിക്കും അവിടെ ഫില്ലാവുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? നാലാമത്തെ ഷെല്ല് 32 ഇലക്ട്രോൺസിനെ ആയിരിക്കും അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മൾ രണ്ടാമത് പറഞ്ഞ റൂൾ ആയിരുന്നു, നോർമലി ഫില്ലിംഗ് അപ്പ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഹയർ എനർജി ഓർബിറ്റ്സ് വിൽ ടേക്ക് പ്ലേസ് ഓൺലി ആഫ്റ്റർ ലോവർ എനർജി ഓർബിറ്റൽസ് ആർ ഫിൽഡ്.
അതായത് പൊതുവെ താഴ്ന്ന ഊർജ നിലയിൽ ഉള്ള ഒരു ഓർബിറ്റൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ നിറഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മാത്രമേ ഓർബിറ്റൽ, അതായത് ഇപ്പൊ കെ എന്ന ഷെല്ലിൽ 2 ഇലക്ട്രോൺ കൊള്ളും. ആ 2 ഇലക്ട്രോണിനെ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത എല്ലിലോട്ട് എന്ത് ചെയ്യുള്ളൂ, പോവുള്ളൂ. Okay, the maximum number of electrons that can be accommodated in the outermost orbit of an atom is 8. ഏതൊരു ആറ്റത്തിന്റെ ബാഹ്യ ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആയിരിക്കും. ഓക്കെ, നമുക്കൊന്ന് എന്ത് ചെയ്യടാ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കാം. കുറച്ച് ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് നമുക്ക് കുറച്ച് എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് ആരാണ്? ബെർലിയം. ബെർലിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. അതുപോലെ നമുക്ക് അലുമിനിയത്തിന്റെ ഒന്ന് എഴുതി നോക്കാം. അതുപോലെ നമുക്ക് ആർഗണിന്റെയും ഒന്ന് എഴുതി നോക്കാം. ഇവരുടെ 3 പേരെ നമുക്കൊന്ന് എഴുതി നോക്കാം. 18 ആണ് ആർഗണിന്റെ അറ്റോമിക് നമ്പർ. അലുമിനിയത്തിന്റെ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 13 ആയിരിക്കും. അപ്പൊ ഇത്രയും പേരുടെ നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യം എന്താണ്? ബെർലിയം അറ്റോമിക് നമ്പർ എത്രയാണ് മക്കളെ? 4 ആണ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് കെ എന്ന് പറയുന്ന ഷെല്ലായിരിക്കും ഫില്ല് ചെയ്യുന്നത്. അടുത്ത എല്ല്, അടുത്ത എന്തായിരിക്കും? എം. അത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും? എന്നിലായിരിക്കും ഫില്ല് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കടാ, കെ എന്ന ഷെല്ലിൽ മാക്സിമം കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ഇലക്ട്രോൺ ആണ് അല്ലേ. അപ്പോൾ 2 എണ്ണം ഫില്ലായി അല്ലേ. അറ്റോമിക് നമ്പർ 4 എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് തുല്യമാണ്. അപ്പൊ 2 ഇലക്ട്രോൺ ഫില്ലായി. ബാക്കി എത്ര കൂടെ ഉള്ളൂ? 2 കൂടെ ഉള്ളൂ. അതെവിടെ നമ്മൾ ഫില്ല് ചെയ്യും? എൽ എന്ന് പറയുന്ന ഷെല്ലിൽ നമ്മൾ ഫില്ല് ചെയ്യും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേടാ, സെറ്റ് അല്ലേ. അടുത്ത് നോക്കിയേ, അലുമിനിയം നോക്കിയാടാ, അറ്റോമിക് നമ്പർ എത്രയാണ്? 13 ആണ് അല്ലേ. കെ എന്ന് പറയുന്ന ഷെല്ല് നമുക്ക് എത്ര ഇലക്ട്രോൺ ഫില്ല് ചെയ്യാം? 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്യാം. 2, അത് കഴിഞ്ഞിട്ട് എൽ എന്ന് പറയുന്ന ഷെല്ല് മാക്സിമം എത്ര? 8 ഇലക്ട്രോൺ ഫില്ല് ചെയ്യാം അല്ലേ. 8 + 2 എത്രയായി മക്കളെ? 10 ആയി. അത് കഴിഞ്ഞിട്ട് എത്ര ഇലക്ട്രോൺ? അത് കഴിഞ്ഞിട്ട് എവിടേക്ക് പോകും? എല്ല് ഫില്ലായി കഴിഞ്ഞല്ലേ, മാക്സിമം ഫില്ലായി കഴിഞ്ഞു. അടുത്ത എമ്മിലേക്ക് പോകും അല്ലേടാ. എമ്മിൽ ഇവിടെ എത്ര ഇലക്ട്രോണും കൂടെ ഫില്ല് ചെയ്യാനുള്ളൂ? ബാക്കി 3 ഇലക്ട്രോണും കൂടെ മാത്രമേ ബാക്കി ഫില്ല് ചെയ്യാനായിട്ടുള്ളൂ. ഓക്കെ, അടുത്ത് നോക്കാടാ, ആർഗൺ അറ്റോമിക് നമ്പർ 18 അല്ലേ. ഫസ്റ്റ് കെ എന്ന് പറയുന്ന ഷെല്ല് 2 ഫില്ല് ചെയ്തു, എല്ലിൽ 8 എണ്ണം ഫില്ല് ചെയ്തു. അടുത്ത് നോക്കിയടാ, ആർഗൺ 18 ആണ് അല്ലേ. 8 + 2 10 ആയിരടാ. പിന്നെ എത്ര കൂടെ ഉള്ളൂ? 8, 18. അപ്പോൾ എമ്മിൽ മാക്സിമം എത്ര കൊള്ളും? എമ്മിൽ മാക്സിമം എത്രയാണ് ഫില്ലാവുന്നത്? 18 ഇലക്ട്രോൺ ഫില്ലാവും അല്ലേ. അപ്പോൾ ഇവിടെ എത്ര വേണ്ടുള്ളൂ? 18 ആണ് അറ്റോമിക് നമ്പർ. അപ്പോൾ 2,8,8 സെറ്റ് അല്ലേ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വേറെ കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. സോഡിയം അറ്റോമിക് നമ്പർ എത്രയാണ്? 11 ആണ്. നമുക്കൊന്ന് എഴുതി നോക്കാം. 2,8,8 + 2 പിന്നെ 1 കൂടെ അല്ലേ. 2,8,1 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. സെറ്റ് അല്ലേടാ, സെറ്റാണ്. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ലിഥിയത്തിന്റെ നോക്കാടാ. ലിഥിയം നമുക്ക് ലിഥിയത്തിന്റെ ആദ്യം ഒന്ന് നോക്കാം. ലിഥിയം അല്ല. ഓക്കെ, ബെർലിയം അറ്റോമിക് നമ്പർ എത്രയാണ്? 4 ആണ്. ബെർലിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? 4 ആണ്. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ഇവിടെ എഴുതിയല്ലേടാ, നമ്മളിവിടെ എഴുതി കഴിഞ്ഞല്ലേ. 2,2 എന്നതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ആരെ എഴുതാം? നമുക്ക് അലുമിനിയത്തെ എഴുതാം. അലുമിനിയത്തിന്റെ എത്രയാണ് മക്കളെ? അലുമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 13 ആണ്. അപ്പൊ നമുക്ക് 2,8,3 എന്നാണ് എന്ത് വരുന്നത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ആർഗണ്ട് എന്ന് നോക്കി നോക്കാം. ആർഗന്റെ അറ്റോമിക് നമ്പർ 18 ആണ് അല്ലെ. ആർഗന്റെ അറ്റോമിക് നമ്പർ 18 ആണ്. അപ്പൊ അതിനുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 18 തന്നെയാണ്. കെ എന്ന് പറയുന്ന ഷെല്ലിൽ 2 എണ്ണം ഫില്ല് ചെയ്തു, എല്ലിൽ എത്ര എണ്ണം ഫില്ല് ചെയ്തു? 8 എണ്ണം ഫില്ല് ചെയ്തു, എമ്മിൽ എത്ര എണ്ണം ഫില്ല് ചെയ്തു? 8 എണ്ണം ഫില്ല് ചെയ്തു. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലടാ. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനായിട്ടുള്ളത് ഇതിന് എന്ത് ചെയ്യാം? ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് നമുക്ക് ഓർബിറ്റിൽ എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാമെന്നാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സാർ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആദ്യം ഒന്ന് പറയാം, അതിനുശേഷം ഇങ്ങോട്ടേക്ക് വരാം. സാർ എന്ത് ചെയ്യാണ്? സോഡിയം എടുക്കുകയാണ്. സോഡിയം അറ്റോമിക് നമ്പർ എത്രയാണ് മക്കളെ? സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. 23 ആണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? 23 ആണ് മാസ് നമ്പർ. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കണം? ഫസ്റ്റ് അറ്റോമിക് നമ്പർ എന്താണെന്ന് കണ്ടുപിടിക്കണം. എത്രയാണ് അറ്റോമിക് നമ്പർ? 11 ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണ്? മാസ് നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. മാസ് നമ്പർ ഇവിടെ എത്രയാണ്? ലെഫ്റ്റ് സൈഡിൽ മേളിൽ എഴുതുന്ന ആളാണ് മാസ് നമ്പർ 23 എന്ന് കിട്ടും. അതിനുശേഷം നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? പ്രോട്ടോണുകളുടെ എണ്ണം കണ്ടുപിടിക്കണം, ഇലക്ട്രോണുകളുടെ എണ്ണവും കണ്ടുപിടിക്കണം, ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. ഇത്രയും കാര്യങ്ങൾ ആദ്യം കണ്ടുപിടിച്ചിട്ട് മാത്രമേ നമുക്ക് എന്തിലോട്ട് പോകാൻ പറ്റുള്ളൂ? ഈ പറയുന്ന ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലോട്ട് നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ.
അപ്പൊ ഇവിടുത്തെ പ്രോട്ടോണുകളുടെ എണ്ണം എത്ര തന്നെയാണ് മക്കളെ? 11 തന്നെയാണ്. കണ്ടോ, അറ്റോമിക് നമ്പറും പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമായിരിക്കും. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ന്യൂട്രോൺ. ന്യൂട്രോൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല എന്തായിരുന്നു മക്കളെ? എ മൈനസ് ഇസഡ് അല്ലേ? എ മൈനസ് ഇസഡ് എന്ന് പറയുന്ന ഫോർമുല. അതായത് നമ്മൾ ഈ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കുമല്ലോ. ഇവിടുത്തെ മാസ് നമ്പർ 23 മൈനസ് എത്രയാണ്? 11 ആണ്. നമുക്ക് എത്ര കിട്ടും? എത്രയെന്ന് കിട്ടും? നമുക്ക് എത്രയെന്ന് കിട്ടും? 23 മൈനസ് 12 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയെന്ന്, ന്യൂട്രോണുകളുടെ എണ്ണം 12 എന്ന് കിട്ടി. നമുക്ക് ഇലക്ട്രോണുകളുടെ എണ്ണം കിട്ടിയല്ലേ? ഇലക്ട്രോണുകളുടെ എണ്ണം 11 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതും അല്ലേടാ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുകയാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 2,8,1 എന്ന് കിട്ടും. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോവേണ്ടതാണ് എന്ത്? ഓർബിറ്റ് റെപ്രസെന്റേഷനിലോട്ട് നമ്മൾ പിന്നെ പോകുന്നു. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ന്യൂക്ലിയസ് വരയ്ക്കുന്നു. ന്യൂക്ലിയസ് വരച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? അതിനകത്ത് എത്ര പ്രോട്ടോണും എത്ര ന്യൂട്രോണും ന്യൂക്ലിയസിനുള്ളിൽ കാണപ്പെടുന്ന ആരൊക്കെയാണ്? പ്രോട്ടോണും കാണപ്പെടും, അതുപോലെ തന്നെ എന്തും കാണപ്പെടും? ന്യൂട്രോണും കാണപ്പെടും. അപ്പോ ഇവിടെ എത്ര പ്രോട്ടോണാ ഉള്ളത്? 11 പ്രോട്ടോണും കാണപ്പെടും. അതോടൊപ്പം എത്ര ന്യൂട്രോൺ കാണപ്പെടും? ഇവിടെ 12 ന്യൂട്രോണും കാണപ്പെടും. ഇതാദ്യം നമ്മൾ മെൻഷൻ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നോക്കും ഇവിടെ മൊത്തം എത്ര ഷെല്ല് വന്നിട്ടുണ്ട്? 1 2 3 ഷെല്ല് വന്നിട്ടുണ്ടല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 3 ഷെല്ല് വരയ്ക്കുന്നു. 1 2 3. നമ്മൾ എന്ത് ചെയ്യും? സർക്കിളായിട്ട് എന്ത് ചെയ്യും? 3 ഷെല്ല് അങ്ങ് നമ്മൾ വരയ്ക്കും. 3 ഷെല്ല് വരച്ചതിന് ശേഷം തേർഡ് ഷെല്ല്, സെക്കൻഡ് ഷെല്ല്, ഫസ്റ്റ് ഷെല്ല്, നമ്മൾ 3 ഷെല്ലും വരയ്ക്കുന്നു. ഓക്കെ അല്ലേ? ഇനി വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യൂടാ? ഈ പറയുന്ന ഇലക്ട്രോൺസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യല്ലേ? ഫസ്റ്റത്തെ ഷെല്ല് നോക്കിക്കടാ. ഫസ്റ്റത്തെ ഷെല്ല് എത്ര ഇലക്ട്രോൺ ആണ്? 2 ഇലക്ട്രോൺ അല്ലേ? 1 2. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിയേ, രണ്ടാമത്തെ ഷെല്ല് 8 ഇലക്ട്രോൺ അല്ലേ? സാർ ഓപ്പോസിറ്റ് ആയിട്ട് ഫില്ല് ചെയ്യും. 1 2 3 4 5 6 7 8. സെറ്റ് അല്ലേ? അടുത്ത നോക്കിയാണ് അടുത്ത ഷെല്ല്. മൂന്നാമത്തെ ഷെല്ല് എത്ര ഇലക്ട്രോൺ? 1 ഇലക്ട്രോൺ അല്ലേ? ആ 1 ഇലക്ട്രോൺ ഇവിടെ കാണിച്ചു. ഓക്കെ, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം നമുക്ക്. ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1 ആണ്. മാസ് നമ്പർ എത്ര തന്നെയാണ്? 1 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ അറ്റോമിക് നമ്പർ 1 എന്ന് കിട്ടും. നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമ്മൾ കണ്ടുപിടിക്കുന്നു 1 എന്ന് കിട്ടും. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കുന്നു 1 എന്ന് കിട്ടും. നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിച്ചാൽ എത്ര കിട്ടും? 1 - 1 = 0. നമ്മൾ ന്യൂക്ലിയസ് വരയ്ക്കും അല്ലേ? ഫസ്റ്റ് ന്യൂക്ലിയസ് വരയ്ക്കുന്നു. ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും കാണിക്കും. ഇവിടെ പ്രോട്ടോണിന്റെ എണ്ണം എത്രയാണ്? 1 ആണ്. ന്യൂട്രോണിന്റെ എണ്ണം എത്രയാണ്? 0 ആണ്. അത് കാണിച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതും അല്ലേടാ? ഹൈഡ്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 എന്ന് തന്നെ കിട്ടും. ഹൈഡ്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുന്ന സമയത്ത് എത്ര കിട്ടും? 1 എന്ന് കിട്ടും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ 1 ഇലക്ട്രോൺ ആണ്. 1 ഇലക്ട്രോണിനെ നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യും. ഫസ്റ്റത്തെ ഷെല്ലിൽ ഫില്ല് ചെയ്യും. സെറ്റ് ആയില്ലേടാ? അടുത്ത് നമ്മൾ നോക്കാടാ. അടുത്ത് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ബോറോണിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വരച്ചു നോക്കാം. വരച്ചതിന് ശേഷം നമുക്ക് വരാം. ബോറോണിന്റെ എന്തൊക്കെ നമുക്ക് അറിയാം? അറ്റോമിക് നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്. ബോറോണിന്റെ അറ്റോമിക് നമ്പർ 5 ആണ്. അതുപോലെ തന്നെ മാസ് നമ്പർ 11 ആണെന്നും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? അറ്റോമിക് നമ്പർ 5, പ്രോട്ടോണിന്റെ എണ്ണം 5 ആണ്, ഇലക്ട്രോണിന്റെ എണ്ണം 5 ആണ് അല്ലേ? നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആദ്യം ഒന്ന് എഴുതാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 5 ആണ് അല്ലേ? 5 ആവുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? 2, 5 അല്ലടാ, 2,3 ആയിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് അല്ലേ? 2,3 ആയിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാമെങ്കിൽ പിന്നെ നമുക്ക് വരയ്ക്കാൻ എളുപ്പമല്ലേ? ഫസ്റ്റത്തെ ഷെല്ല് ആദ്യം എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയസ് വരയ്ക്കുന്നു. ന്യൂക്ലിയസ് വരച്ചതിന് ശേഷം പ്രോട്ടോണിന്റെ എണ്ണവും ആരും കാണിക്കും? ന്യൂട്രോണിന്റെ എണ്ണവും കാണിക്കും. അതിനുശേഷം എന്ത്? ന്യൂട്രോൺ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. എന്ത്? 11 നിന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂടാ? ന്യൂട്രോണിന്റെ എണ്ണം കിട്ടും. മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ച് കഴിഞ്ഞാൽ ന്യൂട്രോണിന്റെ എണ്ണം കിട്ടുന്നു. അപ്പോൾ അത് രണ്ടും അവിടെ റെപ്രസെന്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുന്നു. 2 ആവുമ്പോൾ എത്രയാണ്? ആദ്യത്തെ ഷെല്ല് 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നു. 2,3. രണ്ടാമത്തെ ഷെല്ല് 3 ഇലക്ട്രോൺ 1 2 3 ഫില്ല് ചെയ്യുന്നു. സെറ്റായില്ലേ? അടുത്തത് നോക്കാം നമുക്ക്. അടുത്തൊരാളെ നോക്കാം നമുക്ക്. അടുത്ത് നമുക്കുള്ളത് അറ്റോമിക് നമ്പർ 18 ആയിട്ടുള്ള ആളാണ്. ആരാണ്? അറ്റോമിക് നമ്പർ 18.
18 എന്ന് പറയുന്ന ആരാണ്? ആർഗൺ ആണ് അല്ലെ. ആർഗൺ അറ്റോമിക് നമ്പർ 18, മാസ് നമ്പർ എത്രയാണ്ട? 40 ആണ്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് അറ്റോമിക് നമ്പർ 18 ആണ്. നമ്പർ ഓഫ് പ്രോട്ടോണിന്റെ എണ്ണവും ഇലക്ട്രോണിന്റെ എണ്ണം എത്രയെന്ന് കിട്ടും? 18 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് അവിടെ ന്യൂട്രോണിന്റെ എണ്ണം നമുക്കറിയാം. എത്രയിൽ നിന്ന്? 40ൽ നിന്ന് 18 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടൂടാ? 22 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ എത്ര കിട്ടും മക്കളെ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 18 ആണ് അല്ലെ. 2,8,8 എന്ന് കിട്ടും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ഓർബിറ്റിൽ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ അവിടെ എത്രയുണ്ട്? ആദ്യം നമ്മൾ ന്യൂക്ലിയസ് വരയ്ക്കുക. ന്യൂക്ലിയസ് വരച്ചിട്ട് അതിന് ആരൊക്കെ എത്ര പ്രോട്ടോൺ ഉണ്ട്, എത്ര ന്യൂട്രോൺ ഉണ്ടെന്ന് റെപ്രസെന്റ് ചെയ്യുക. എത്ര പ്രോട്ടോൺ അവിടെ ഉള്ള? 18 പ്രോട്ടോണും ഉണ്ട്. അതുപോലെ തന്നെ എത്ര ന്യൂട്രോൺ ഉണ്ട്? 22 ന്യൂട്രോണും ഉണ്ട്. അതിനുശേഷം നമ്മൾ ഫസ്റ്റത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നു. അടുത്ത ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നു. അടുത്ത മൂന്നാമത്തെ ഷെല്ലിൽ വീണ്ടും എന്ത് ചെയ്യുന്നു? 8 ഇലക്ട്രോൺസിനെ നമ്മൾ ഫില്ല് ചെയ്യുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ബാക്കി കാര്യങ്ങൾ നമുക്ക് എഴുതാനായിട്ട്. ഈ സ്ട്രക്ചർ ഒക്കെ വരയ്ക്കാൻ വേണ്ടി ഭയങ്കര ഈസിയാണ്. ആദ്യം ന്യൂക്ലിയസ് വരയ്ക്കുക, അതിൻ്റെ അകത്ത് പ്രോട്ടോണും ന്യൂട്രോണും കാണിക്കുക, പിന്നെ എന്ത് ചെയ്യുക? എത്ര ഷെല്ലുണ്ടെന്ന് നോക്കുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുക, എത്ര ഷെല്ലുണ്ടെന്ന് നോക്കുക, ആ ഷെല്ലുകൾ വരയ്ക്കുക. ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അനുസരിച്ച് ഓരോ ഷെല്ലും എന്ത് ചെയ്യുക? ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഓർബിറ്റ് എന്ന് പറയുന്നത്. ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ മക്കളെ? ഇനി നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഐസോടോപ്പ് എന്താണ് എന്നാണ് ആദ്യം നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഐസോടോപ്പ് എടാ സിമ്പിൾ ആണ്. ഐസോടോപ്പ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ വളരെ സിമ്പിൾ ആണ്. അതായത് മറ്റൊന്നുമല്ല, നമ്മൾ സാറ് പറഞ്ഞല്ലേടാ. ഇപ്പൊ ഒരു എക്സാമ്പിൾ എഴുതാം. H1 ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ് സാർ ഇവിടെ എഴുതുന്നത്. 1 2 H1 3. ഇവിടെയൊക്കെ നോക്കിക്കടാ, ഇതിലൊക്കെ കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ആരാണ്? കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ഹൈഡ്രജന്റെ കാര്യത്തിൽ ഇവിടെ കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ആരാണ് മക്കളെ? എന്താ ഈ പറയുന്നതെല്ലാം ഒന്നാണല്ലേ. താഴെ എഴുതിയിരിക്കുന്ന എല്ലാ ആൾക്കാരും ഒന്നാണല്ലേ. അപ്പൊ ഇവിടെ എന്താണ് സെയിം എന്ന് പറയുന്നത്? സെയിം അറ്റോമിക് നമ്പർ അല്ലേ. സെയിം അറ്റോമിക് നമ്പർ. പക്ഷെ മാസ് നമ്പർ ഇവിടെ എന്താണ്? ഡിഫറന്റ് ആണ് അല്ലേ. സെയിം അറ്റോമിക് നമ്പർ ആൻഡ് ഡിഫറന്റ് മാസ് നമ്പർ. ഇവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത്. ഡിഫറന്റ് മാസ് നമ്പർ. ഓക്കെ അല്ലേ. ഐസോടോപ്സ് ആർ ഡിഫറന്റ് ആറ്റംസ് ഓഫ് സെയിം എലമെന്റ്. സെയിം എലമെന്റിന്റെ തന്നെ, ഹൈഡ്രജന്റെ തന്നെ ഡിഫറന്റ് ആയിട്ടുള്ള ആറ്റംസ് ഹാവിങ് ദ സെയിം അറ്റോമിക് നമ്പർ. ഇവർക്ക് എല്ലാവർക്കും എന്താണ്? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറന്റ് മാസ് നമ്പർ. മാസ് നമ്പർ നോക്കിയടാ, എല്ലാം വ്യത്യാസമാണ് അല്ലേ. മാസ് നമ്പർ എന്താണ്? വ്യത്യാസമാണ്. എടാ നമ്മൾ ഇവനെ വിളിക്കുന്ന പേരാണ് പ്രോട്ടിയം. ഇവൻ എന്താണ്? ഡ്യൂട്ടീരിയം. ഇവൻ ആരാണ്? ട്രിഷിയം. നമ്മൾ അങ്ങോട്ട് പഠിക്കും. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. H11 പ്രോട്ടിയം, H12 ഡ്യൂട്ടീരിയം, H13 ട്രിഷിയം എന്ന് വിളിക്കും. അപ്പൊ നമുക്ക് നോക്കാം. ഐസോടോപ്പ് എക്സിബിറ്റ് ദ സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഈ ഐസോടോപ്പുകൾക്കുള്ള പ്രത്യേകത എന്താണ്? ഇവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ബട്ട് ദേ ഷോ സ്ലൈറ്റ് വേരിയേഷൻ ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അവർ ഈ ഭൗതിക ഗുണങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്? ചെറിയ വ്യത്യാസം എന്ത് ചെയ്യാറുണ്ട്? കാണിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഐസോടോപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഐസോടോപ്പ് ഇവിടെ താഴെ നോക്കാം. ഐസോടോപ്പ് നോക്കുമ്പോഴത്തേക്ക് സെയിം ആയിട്ടുള്ള ടോപ്പിലുള്ളവർ എന്താണ്? ഡിഫറന്റ് ആണെന്ന് ഓർമ്മിക്കുക. ഐസോടോപ്പ് ടോപ്പിലുള്ളവർ ഡിഫറന്റ് ആണ്, താഴെയുള്ളവർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ സെയിം അറ്റോമിക് നമ്പറും ഡിഫറന്റ് മാസ് നമ്പറും ആയിട്ടുള്ളവരാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? ഓക്കെ ആണോ? ഓക്കെ. ഇനി കാർബണിന്റെ മറ്റു കുറച്ച് വേറൊരു ഐസോടോപ്പ് സാർ ഒന്ന് എക്സാമ്പിൾ ആയിട്ട് തരാടാ. കാർബൺ 612, കാർബൺ 613, കാർബൺ 614. എടാ ഇവിടെ 3 ഐസോടോപ്പുകൾ തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ നോക്കിക്കടാ. കാർബൺ 612 ഉണ്ട്, കാർബൺ 613 ഉണ്ട്, കാർബൺ 6 എന്തുണ്ട്? 14 ഉണ്ട്. ഓക്കെ, 3 ഐസോടോപ്പുകൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആരാണ്? കാർബൺ 612 ആണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കൂടുതൽ സ്റ്റേബിളും കൂടുതലായിട്ടും കാണപ്പെടുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളതും കൂടുതൽ കാണപ്പെടുന്നതുമാണ് കാർബൺ 6
ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന കാർബൺ 613 ഒരു പ്രത്യേകതയുണ്ട്. കാർബൺ 613 ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഇവര് നമ്മൾ ഈ പറയുന്ന മെറ്റബോളിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ജീവൽ പ്രവർത്തനങ്ങൾ, അനിമൽസിന്റെ ഒക്കെ ജീവൽ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് കാർബൺ 613 എന്ന് പറയുന്നത്. ഇനി കാർബൺ 614 ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് അവന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഇവനെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്? നമ്മുടെ ഈ ഫോസിലുകളുടെ കാലപ്പഴക്കം നിശ്ചയിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ പറയുന്ന ഫോസിലുകളുടെ ഏജ് ഡിറ്റർമിൻ അല്ലെങ്കിൽ കാലപ്പഴക്കം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കാർബൺ 614 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? അപ്പൊ 2 എക്സാമ്പിൾ സാർ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? ഹൈഡ്രജന്റെ ഐസോട്ടോപ്പും കാർബൺ ഐസോട്ടോപ്പും. കാർബൺ 612 എന്ന് പറയുന്നത് കൂടുതലായിട്ടും കാണപ്പെടുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്? കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അതോടൊപ്പം എന്തുവാണ്? കൂടുതൽ സ്റ്റേബിളുമാണ്. ഇവന്റെ പ്രത്യേകത എന്താണ്? മെറ്റബോളിസത്തെ കുറിച്ച് പഠിക്കാനായിട്ട് അല്ലെ, മെറ്റബോളിസത്തെ കുറിച്ച്, ജീവൽ പ്രവർത്തനങ്ങളെ കുറിച്ച്, അനിമൽസിന്റെയും പ്ലാന്റ്സിന്റെയും ജീവൽ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് യൂസ് ചെയ്യുന്നു. കാർബൺ 614 ആണെങ്കിൽ ഫോസിലുകളുടെ കാലപ്പഴക്കം നിശ്ചയിക്കുന്നതിന് അല്ലെങ്കിൽ ഫോസിലുകളുടെ ഏജ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേടാ? അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം. നമ്മളിവിടെ പറഞ്ഞല്ലേ പ്രോട്ടോണിന്റെ എണ്ണം എത്രയാണ്? 1 ആണ്. ഇലക്ട്രോണിന്റെ എണ്ണവും ന്യൂട്രോണിന്റെ എണ്ണവും അറ്റോമിക് നമ്പർ 1 ആണ്. അപ്പോൾ ഇലക്ട്രോണിന്റെ എണ്ണം 1 ആയിരിക്കും, പ്രോട്ടോണിന്റെ എണ്ണം 1 ആയിരിക്കും. ന്യൂട്രോണിന്റെ എണ്ണം 1 - 1 അല്ലേ? 0 കിട്ടും. 1 അറ്റോമിക് നമ്പറിൽ നിന്ന് മാസ് നമ്പർ കുറയ്ക്കുമ്പോൾ മാസ് നമ്പർ ഇവിടെ 1 ആണ് അല്ലേ മക്കളെ? 1 - 1 എത്ര കിട്ടും? നമുക്ക് 0 എന്ന് കിട്ടും. ഡ്യൂട്ടീരിയം നോക്കിയടാ, ഡ്യൂട്ടീരിയം അറ്റോമിക് നമ്പർ എത്ര തന്നെയാണ്? 1 തന്നെയാണ് അല്ലേ? അപ്പോൾ അറ്റോമിക് നമ്പർ പ്രോട്ടോണിന്റെ എണ്ണവും ഇലക്ട്രോണിന്റെ എണ്ണം 1 തന്നെയാണ്. ന്യൂട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ മാസ് നമ്പറിൽ നിന്ന്, ഇവിടെ നോക്കിയാൽ മാസ് നമ്പറിൽ നിന്ന് എന്ത് കുറയ്ക്കും? അറ്റോമിക് നമ്പർ 2 - 1 എത്ര കിട്ടും? നമുക്ക് ഇവിടെ 1 എന്ന് കിട്ടും. അപ്പോൾ ഇതിലുള്ള ഡ്യൂട്ടീരിയത്തിലുള്ള നമ്മുടെ ഈ പറയുന്ന ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? 1 ആണ്. അടുത്ത ട്രിഷ്യത്തിലോട്ട് വന്ന് നോക്കിയാടാ. ട്രിഷ്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് എത്രയാണ്? 3 - 1 ആണ്. എത്ര കിട്ടും നമുക്ക്? 2. 2 ഇലക്ട്രോണുകൾ ഉണ്ടെന്ന്, 2 ന്യൂട്രോണുകൾ ഉണ്ടെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലടാ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഐസോട്ടോപ്പുകളുടെ യൂസിലോട്ട് പോകാം. അപ്പോൾ ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറന്റ് മാസ് നമ്പർ. ഇവരെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ഐസോട്ടോപ്പുകൾ എന്ന് വിളിച്ചത്. ഇവിടെ നമുക്കിനി കുറച്ച് ഐസോട്ടോപ്പുകളെ പരിചയപ്പെടാം. അവരുടെ യൂസസും കൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ ഒന്നാമത്തെ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് അയഡിൻ 131. അവന് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നു? യൂസ്ഡ് ടു സ്റ്റഡി ദ ഫങ്ഷനിങ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ് ആൻഡ് ഇൻ ഇറ്റ്സ് ട്രീറ്റ്മെന്റ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും വേണ്ടി ഉപയോഗിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? അയഡിൻ 131 എന്ന് പറയുന്നത്. 131 എന്ന് പറയുന്നത്. ഓക്കെ, യുറാനിയം 235 നമ്മൾ എവിടെ ഉപയോഗിക്കാറുണ്ട്? ഫ്യൂവൽ ഇൻ ന്യൂക്ലിയർ റിയാക്ടറുകളിലെ ഇന്ധനമായിട്ട് നമ്മൾ ആരെ ഉപയോഗിക്കാറുണ്ട്? ഈ പറയുന്ന യുറാനിയത്തെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അടുത്ത ഒരാൾ നോക്കിയാൽ കൊബാൾട്ട് 60. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ആരെ യൂസ് ചെയ്യാറുണ്ട്? ഈ പറയുന്ന കൊബാൾട്ട് 60 നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോഡിയം 24 ടു ഡിറ്റക്ട് ദ ലീക്കേജ് ഇൻ ഇൻഡസ്ട്രിയൽ പൈപ്പ്ലൈൻ വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആളാണ് ആര്? സോഡിയം എന്ന് പറയുന്നത്. അയൺ 59 എന്ന് പറയുന്നത് നമ്മളെവിടെ? അനീമിയ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അനീമിയ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഈ പറയുന്ന അനീമിയെ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? അയൺ 59 എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഡ്യൂട്ടീരിയം H12 അല്ലെ? അവന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെവി വാട്ടർ. എന്ന് വിളിക്കാറുണ്ട് നമ്മൾ? ഹെവി വാട്ടർ എന്ന് പറയാറുണ്ട്. അവന് നമ്മൾ എവിടെ യൂസ് ചെയ്യാറുണ്ട്? ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു കാർബൺ 13 അല്ലെ? കാർബൺ 13 ഐസോട്ടോപ്പ് നമ്മൾ എവിടെ യൂസ് ചെയ്യാറുണ്ട്? കാർബൺ 613 നമ്മൾ എന്ത് ടു സ്റ്റഡി ദ മെറ്റബോളിക് പ്രോസസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. പ്ലാന്റ്സിലെയും അനിമൽസിലെയും മെറ്റബോളിസത്തെ കുറിച്ച് പഠിക്കാനായിട്ട് നമ്മൾ കാർബൺ 13 എന്ന് പറയുന്ന ജീവൽ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആര്? കാർബൺ 13 എന്ന് പറയുന്നത്. പിന്നെ കാർബൺ 14 പറഞ്ഞു, നമ്മുടെ ഈ പറയുന്ന യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ഏജ് ഓഫ് ഫോസിലുകളുടെ ഏജ് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആരെന്ന് പറയുന്നത്? കാർബൺ 40 ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഐസോട്ടോപ്പുകളെ കുറിച്ച് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഐസോട്ടോപ്പും അവരുടെ യൂസസും കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ട് പഠിക്കുക. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഉറപ്പായിട്ട് ഐസോട്ടോപ്പ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേരെ തന്നിട്ട് അതിൽ നിന്ന് ഐസോട്ടോപ്പുകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഭംഗിയായിട്ട് ഈ പോർഷൻ പഠിച്ചിരിക്കുക, അവരുടെ യൂസസും കൂടെ പഠിച്ചിരിക്കുക.
ഓക്കെ, ഇതിന്റെ മലയാളവും കൂടെ ജസ്റ്റ് ഒന്ന് സാർ കാണിക്കാം. അയഡിൻ 131 തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിനും പഠനത്തിനും ചികിത്സയ്ക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. യുറേനിയം 235 നമ്മളെവിടെ ആണവ നിലയങ്ങളിൽ യൂസ് ചെയ്യാറുണ്ട്. കൊബാൾട്ട് 60 നമ്മൾ എവിടെ ഉപയോഗിക്കാറുണ്ട് മക്കളെ? ക്യാൻസറിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോഡിയം 24 നമ്മൾ എവിടെ യൂസ് ചെയ്യാറുണ്ട്? വ്യാവസായിക പൈപ്പ് ലൈനുകളിൽ ചോർച്ച കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു സോഡിയം 24. അയൺ 59 അനീമിയ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അടുത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഐസോബാറുകൾ എന്താണെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഐസോടോപ്പ് പറഞ്ഞപ്പോ സാർ ഇവിടെ ഐസോടോപ്പ് ആണ് ജസ്റ്റ് ഒന്നുകൂടെ പറയുന്നത്. ഐസോടോപ്പ് പറഞ്ഞപ്പോ എന്താ പറഞ്ഞേ? സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറന്റ് എന്നും പറഞ്ഞു, മാസ് നമ്പർ ആണെന്നും പറഞ്ഞു. മാസ് നമ്പർ ഡിഫറന്റ് ആണെന്നും പറഞ്ഞു. ഇനി ഐസോബാറിലേക്ക് വരുമ്പോ ഐസോബാർസ് ആർ ആറ്റം ഹാവിങ് സെയിം മാസ് നമ്പർ. ഇവിടെ നേരെ ഓപ്പോസിറ്റ് തിരികെയാണ്. സെയിം എന്താണ്? സെയിം ആയിട്ടുള്ള ആരാണ്? മാസ് നമ്പർ ആണ് സെയിം എന്ന് പറയുന്നത്. സാർ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ, മാസ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എ. അപ്പോ സെയിം മാസ് നമ്പർ ആൻഡ് ഡിഫറെന്റ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ ഇവിടത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള ആരാണ്? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഡിഫറന്റുമാണ്. അപ്പൊ സെയിം മാസ് നമ്പറും അറ്റോമിക് നമ്പർ എന്താണ് ഇവിടെ? വ്യത്യസ്തവുമായിരിക്കും. ഇവിടെ എക്സാമ്പിൾ നോക്കിക്കടാ. ഇവിടെ നോക്കിയേ, മാസ് നമ്പർ എല്ലാവരുടെയും തുല്യല്ലേടാ. ആർഗന്റെ മാസ് നമ്പർ 14, പൊട്ടാസ്യം 40, അതുപോലെ തന്നെ കാൽഷ്യം 40. ഇവിടെ നോക്കിയേ, പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിലുള്ളവരെല്ലാവരും സെയിം ആണ് അല്ലേ? പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കിയടാ. 18, 19 അറ്റോമിക് നമ്പർ നോക്കിയാൽ ഡിഫറെന്റ് അല്ലേ? ആർഗന്റെ അറ്റോമിക് നമ്പർ 18, പൊട്ടാസ്യം 19, കാൽഷ്യം എത്രയാണ്? 20 ആണ്. ഓക്കെ അല്ലേ? There are atoms of different elements in which the number of nucleons, അതായത് ന്യൂക്ലിയോൺസ് എന്ന് പറയുന്ന പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം എന്നാണ് പറയുന്നത്. അവരുടെ എണ്ണം എന്തായിരിക്കും? തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഈ പറയുന്ന പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെ എണ്ണവും തുല്യമായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അത് നമുക്ക് കണ്ടുപിടിച്ച് അറിയാൻ പറ്റൂടാ. നമുക്ക് ഒരു എക്സാമ്പിൾ ഒന്ന് ജസ്റ്റ് ചെയ്തു നോക്കാം. പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇവിടെ നോക്കാം, ആർഗൺ ഇവിടെ നോക്കിയാൽ ആർഗൺ എത്രയാണ്? 18, 40 ആണ്. ഇവിടെ പ്രോട്ടോണിന്റെ എണ്ണം എത്ര തന്നെയാണ്? പ്രോട്ടോണിന്റെ എണ്ണം എത്രയാണ്? ഇവിടെ പ്രോട്ടോണിന്റെ എണ്ണം 18 ആണ്. ഇവിടെ നോക്കിയേ, ന്യൂട്രോണിന്റെ എണ്ണം എത്രയായിരിക്കും? ന്യൂട്രോണിന്റെ എണ്ണം എത്രയായിരിക്കും? 18 മൈനസ് 40 22 ആണ് ന്യൂട്രോണിന്റെ. P+N അതായത് പ്രോട്ടോണും ന്യൂട്രോണും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടൂടാ? 8 40 എന്ന് കിട്ടും അല്ലേ? 40 എന്ന് കിട്ടും അല്ലേടാ? ഓക്കെ അല്ലേ? 40 എന്ന് കിട്ടും അല്ലേ? അപ്പൊ ഇവിടെ പ്രോട്ടോൺ ന്യൂക്ലിയോൺസിന്റെ എണ്ണം കണ്ട, പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ എണ്ണം എത്രയാണ്? ഇവിടെ 40 കിട്ടി അല്ലേ? അതുപോലെ തന്നെയാണ്, അതാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ 40 കിട്ടി. അടുത്ത് നോക്കി, രണ്ടാമത്തെ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറഞ്ഞ ആരാണ്? പൊട്ടാസ്യം അല്ലേടാ? പൊട്ടാസ്യം സാർ ഇങ്ങോട്ടേക്ക് എഴുതാം. പൊട്ടാസ്യം അറ്റോമിക് നമ്പർ എത്രയായിരുന്നു? 19 ആയിരുന്നു. മാസ് നമ്പർ എത്രയാണ്? 40 ആണ്. ഇവിടെ നോക്കിയ പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കും? പ്രോട്ടോണുകളുടെ എണ്ണം അറ്റോമിക് നമ്പറിന് തുല്യമാണ്. 19 ആയിരിക്കും പ്രോട്ടോണുകളുടെ എണ്ണം. ഇവിടെ നോക്കിയടാ, ഇവിടെ നോക്കിയാൽ അടുത്ത് ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? 40-ൽ നിന്ന് എന്ത് ചെയ്യൂടാ? 19 കുറയ്ക്കും. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 21 കിട്ടും. നമുക്ക് ഇവിടെയും ഇവരെ തമ്മിൽ കൂട്ടുമ്പോൾ P+N ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ ആയിരിക്കും കിട്ടുന്നത്? 40 തന്നെ ആയിരിക്കും നമുക്ക് ഇവിടെയും കിട്ടുന്നത്. അപ്പോ ന്യൂക്ലിയോൺസിന്റെ എണ്ണം ഇവിടെ എന്തായിരിക്കും? അതായത് പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണം ഇവിടെ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ നമ്മൾ എന്താണ് ഐസോടോപ്പ് എന്നും പഠിച്ചു, എന്താണ് ഐസോബാർ എന്നും പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? ഇനി ഈ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനത്തെ ഒരു കാര്യം കൂടെ ജസ്റ്റ് പറയാം. നമുക്ക് എന്താണ് ഐസോട്ടോൺ എന്നുള്ളതും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അതോടെ നമ്മൾ എന്ത് ചെയ്തു? ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പൊ നമുക്കിവിടെ നോക്കാം, ഐസോട്ടോൺ എന്ന് പറയുന്ന ആറ്റംസ് ഇൻ വിച്ച് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈസ് ഈക്വൽ ആർ നോൺ ആസ് ഐസോട്ടോൺ. ഈ പറയുന്ന ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായ ആറ്റങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഐസോട്ടോണുകൾ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ന്യൂട്രോണുകളുടെ എണ്ണമായിരിക്കും എന്തെന്ന് പറയുന്നത് തുല്യം എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നൈട്രജനും കാർബണും കൊടുക്കുകയാണ്. നൈട്രജൻ അറ്റോമിക് നമ്പർ 7 ആണ്. എത്രയാണ്? 15 ആണ് എന്തെന്ന് പറയുന്നത് മാസ് നമ്പർ എന്ന് പറയുന്നത്. കാർബണും കൊടുത്തിട്ടുണ്ട്, 6 ആണ്. അറ്റോമിക് നമ്പർ 14 ആണ് എന്തെന്ന് പറയുന്നത് മാസ് നമ്പർ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ന്യൂട്രോണുകളുടെ എണ്ണം, രണ്ടുപേരുടെ ന്യൂട്രോണുകളുടെ എണ്ണം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. നൈട്രജന്റെ ന്യൂട്രോണിന്റെ എണ്ണം എത്രയായിരിക്കും മക്കളെ? നൈട്രജന്റെ ന്യൂട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് മാസ് നമ്പറിൽ നിന്ന് എന്ത് കുറയ്ക്കുക? മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കുക. 15 - 7 എത്രയെന്ന് കിട്ടും നമുക്ക്? 8
പെട്ടെന്ന് കിട്ടും. ഓക്കെ അല്ലേ? കാർബണിന്റെ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കടാ. കാർബണിന്റെ എത്രയാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്? 14. സോറി, മാസ് നമ്പർ 14 - 6 എത്രയെന്ന് കിട്ടും നമുക്ക്? 8. ഇവിടെ ന്യൂട്രോണിന്റെ എണ്ണം അല്ലേ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചേ? ഇവിടെയും നമ്മൾ ന്യൂട്രോണിന്റെ എണ്ണം അല്ലേടാ കണ്ടുപിടിച്ചേ? അപ്പൊ ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇവിടെ രണ്ടിടത്തും എത്ര തന്നെയാണ്ടാ? 8 ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഐസോടോണുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെ കുറച്ച് എക്സാമ്പിളുകളൊക്കെ നിങ്ങൾക്ക് തരും. ഐസോടോപ്പ്, ഐസോബാർ, ഐസോടോപ്പ്, ഐസോബാർ, ഐസോടോൺ ഇവരെ ഒരുമിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും? കുറച്ച് ഇതുപോലെ തന്നിട്ട് എന്ത് ചെയ്യാൻ ഇവരിൽ നിന്ന് ഇവരെ ഈ പറയുന്ന ഐസോടോപ്പിനെ സെപ്പറേറ്റ് ചെയ്യാനും ഐസോടോണിനെ സെപ്പറേറ്റ് ചെയ്യാനും ഒക്കെ ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യുക? ഭംഗിയായിട്ട് നോക്കുക മക്കളെ. അപ്പൊ എന്താണ് ഐസോടോപ്പ് എന്നായി? സെയിം അറ്റോമിക് നമ്പർ, ഡിഫറെന്റ് മാസ് നമ്പർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐസോബാർ പറഞ്ഞു. ഐസോബാർ പറഞ്ഞ സമയത്ത് എന്തായിരുന്നു? സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെന്റ് അറ്റോമിക് നമ്പർ ആയിരുന്നു. പിന്നെ നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞത് ഐസോടോൺ. ഐസോടോണിൽ പറഞ്ഞ കാര്യം എന്തായിരുന്നു? ഐസോടോണിൽ നമ്മൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ന്യൂട്രോണുകളുടെ എണ്ണം എന്തായിരിക്കും? തുല്യമായിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പഠിച്ചു എന്താണ്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ട് നമ്മൾ പഠിച്ചല്ലേ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ട് പഠിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഓർബിറ്റ് റെപ്രസെന്റേഷൻ പഠിച്ചു. പിന്നെ അതിനു മുന്നേ നമ്മൾ മാസ് നമ്പർ, അറ്റോമിക് നമ്പറും പഠിച്ചു. അതിനുശേഷം നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ട് പഠിച്ചു. അതിനുശേഷമാണ് നമ്മൾ എന്തിലേക്ക് പോയത്? ഓർബിറ്റ് ഡയഗ്രാമിലേക്ക് പോയി. പിന്നെ നമ്മൾ ഏറ്റവും അവസാനം ഐസോടോപ്പ്, ഐസോബാർ, അതുപോലെ തന്നെ ഐസോടോൺ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ ഇതോടുകൂടി എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ? ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ പാർട്ടും സെക്കൻഡ് പാർട്ടും നന്നായിട്ട് എന്ത് ചെയ്യുക? കാണുക. ഒന്നുകൂടെ കണ്ട് എന്ത് ചെയ്യുക മക്കളെ? ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, ബൈ.